നമസ്കാരം. നിങ്ങൾക്ക് മുടി അധികമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ തലയിൽ താരൻ എപ്പോഴും വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, മുഖത്തൊക്കെ തന്നെ മുഖക്കുരു വരുന്നുണ്ട്, അല്ലെങ്കിൽ വായിൽ ഇടയ്ക്കിടയ്ക്ക് അൾസർ വരുന്നുണ്ട്, ശരിയായിട്ട് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്, മലബന്ധം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹെമറോയിഡ് ബുദ്ധിമുട്ട്, പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഗ്യാസ് വന്നിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആരോഗ്യ സൗന്ദര്യപരമായിട്ടുള്ള ഒട്ടനേകം പ്രശ്നങ്ങളുള്ളവരാണോ? ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആയുർവേദത്തിൽ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും നമുക്ക് രസായനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ശരിയാണ്, നെല്ലിക്കയും കടുക്കയും താന്നിക്കയും കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കുന്ന ചൂർണ്ണമാണ് ത്രിബല ചൂർണം എന്നുള്ളത്. ഇതിൽ ത്രിബലാദി ചൂർണം എന്നുള്ള യഷ്ടിമധു അല്ലെങ്കിൽ ലിക്വറൈസ് പൗഡർ കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി കൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇനി കണ്ണിൻ്റെ കാഴ്ചശക്തി കുറവുള്ളവർക്കാണെങ്കിൽ ചക്ഷുക്ഷ്യമായിട്ടുള്ളൊരു ഗുണമുള്ളതാണ്. അതായത് കണ്ണിന് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒന്നാണ് ത്രിബല രസായനം എന്നുള്ള രീതിയിൽ തുടർച്ചയായിട്ട് ലൈഫ് ലോങ് കഴിച്ചു വരുന്ന പലരെയും പരിചയമുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ കണ്ണടയില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ കാഴ്ചശക്തി അല്ലെങ്കിൽ വിഷൻ എപ്പോഴും തന്നെ വളരെ ക്ലിയർ ആയിരിക്കും. ഹരിതകി, വിപീതകി, ആമലകി, ത്രിയോ അമ്ല, ഈ 3 അമ്ലരസമുള്ള കാര്യങ്ങൾ കൂടി ചേർന്ന് തയ്യാറാക്കുന്നതാണ്. അതായത് 300 ഗ്രാം ഇതിൽ നെല്ലിക്കയും അതുപോലെ തന്നെ കടുക്ക 200 ഗ്രാമും താന്നിക്ക 100 ഗ്രാമും എന്നീ അളവുകളിൽ തയ്യാറാക്കി വരുന്ന ഒരു പ്രത്യേകതരം രസായന കൂട്ടാണിത്. ഇത് നമുക്ക് ഏജ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രായം എത്തുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് നേരത്തെ വരുന്നവരുണ്ടാവും. ചിലർക്ക് മുടി നരയ്ക്കുന്നതാവാം, മുഖത്ത് ചുളിവുകൾ വരുന്നതാവാം, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ വരുന്നതാവാം പ്രായമെത്തുന്നതിന് മുൻപേ. ഇതൊക്കെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് വൈകിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ആ ചെറുപ്പം എന്നും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ദഹന പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വേണം പറയാൻ. ദഹന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഒരു തുടക്കമാണത്. ഗട്ട് ഹെൽത്ത് നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. പാർശ്വഫലങ്ങളില്ലാതെ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ത്രിബലയുടെ ഇൻടേക്കാണ്. അത് ഏതൊക്കെ രീതിയിൽ, ഏത് അളവിൽ, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിലാണ് പ്രസക്തി ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. മലബന്ധമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് ത്രിബല ചൂർണം. ശർക്കര കൂട്ടി നെല്ലിക്ക വലുപ്പത്തിൽ കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ല ശോധന ഉണ്ടാക്കാൻ നല്ലതാണ്. വയറ് ക്ലീൻ ആക്കാനും വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. 2 ടീസ്പൂൺ ത്രിബല പൗഡർ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കാൻ നേരത്തെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിന് ശേഷം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ വെള്ളം കുടിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വിഷാംശം അഥവാ ടോക്സിനെ പുറന്തള്ളുന്നതുകൊണ്ട് തന്നെ ഇത് വയറ് ക്ലീൻ ആക്കാൻ സഹായിക്കുന്നു. 2 ടീസ്പൂൺ ത്രിബല പൗഡർ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് ഈ വെള്ളം രാത്രി മുഴുവനായിട്ടോ 8 മണിക്കൂർ നേരമെങ്കിലും വെച്ച ശേഷം രാവിലെ തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കിയിട്ട് ചെറു ചൂടോടെ അല്പം നാരങ്ങനീരും പിഴിഞ്ഞൊഴിച്ച് കുടിക്കാം. ഇത് വെറും വയറിൽ ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതുപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ളത് നല്ലൊരു ആയുർവേദ ചൂർണം തന്നെയാണ് ത്രിബല എന്നുള്ളത്. 1-2 ടീസ്പൂൺ ത്രിബല പൗഡർ ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി മുഴുവൻ വയ്ക്കുക. അതിന് ഈ വെള്ളം ഊറ്റിയെടുത്ത് നമുക്ക് കണ്ണ് കഴുകാൻ പറ്റും. കണ്ണ് കഴുകുമ്പോൾ ഇതിൽ തരി ഒട്ടും തന്നെ കൂടാതെ ഒരു തോർത്തിലോ അത് കോട്ടൺ ക്ലോത്തിലോ അരിച്ചെടുത്തിട്ട് ഇളം ചൂടോടുകൂടി കണ്ണിന് പറ്റുന്നൊരു ഇളം ചൂടുണ്ടല്ലോ, അതിൽ നമുക്ക് കണ്ണ് കഴുകി കഴിഞ്ഞാൽ കണ്ണിലുള്ള ഇൻഫെക്ഷൻസ് വരുന്നതോ അല്ലെങ്കിൽ കണ്ണിൽ കുരു, ഐസ്റ്റൈ ഒക്കെ അല്ലേ, അതൊക്കെ പോകാൻ വളരെ നല്ല 1-2 തവണ കഴുകുമ്പോഴേ നല്ല ക്ലീനായി കിട്ടും. ഇനി കണ്ണിൽ മറ്റെന്തെങ്കിലും പോറലോ ബുദ്ധിമുട്ടൊന്നും വരാതെ നോക്കണം കേട്ടോ, ഇതിൻ്റെ തരിയൊന്നും കുടുങ്ങാതെ. ഇനി കണ്ണിൻ്റെ കാഴ്ചശക്തി തന്നെ വർദ്ധിപ്പിക്കാൻ നെയ്യും തേനും വ്യത്യസ്ത അളവിൽ ഈ 1 ടീസ്പൂൺ ത്രിബല ചൂർണത്തിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപേ കഴിക്കുന്നതും ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് എത്ര പ്രായം ചെന്നാലും ഇതേ കാര്യം തന്നെ ഫോളോ ചെയ്ത് പോരുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചയ്ക്ക് മങ്ങലേൽക്കാതെ സംരക്ഷിക്കാം. ശരീരത്തിൻ്റെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മരുന്നാണ് ത്രിബല. RBC കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചാൽ മതിയാവും. ഇത് അയൺ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നുകൂടെയാണ്. നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണെന്ന് വേണം പറയാൻ. ഇത് ശരീരത്തിന് നൽകുന്നത് ഈ ഒരു ഫലമാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നായതുകൊണ്ടും രക്തം ശുദ്ധീകരിക്കാനും ടോക്സിനുകളെ നീക്കി വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ശരീരത്തിലെ ആവശ്യമായ പോഷകങ്ങൾ നൽകി ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. അതുപോലെ
തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് സഹായകരമാണ്. ഇത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയുന്നതിന് കൂടെ രാത്രിയോ രാവിലെയോ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഗുണം ചെയ്യും. ഇത് കോളിസിസ്റ്റോകൈൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. ഇത് വയറ് നിറഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തടി കുറയ്ക്കാൻ 1 ടേബിൾ സ്പൂൺ ത്രിഫലചൂർണം 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ദിവസവും 3 നേരമായിട്ട് കുടിക്കാം. ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ വീതം ത്രിഫലചൂർണം, ത്രികടു ചൂർണം എന്നിവ ചൂടുവെള്ളത്തിൽ കലക്കി അല്പം തേനും ചേർത്ത് രാത്രി കിടക്കാൻ നേരത്തും രാവിലെയും കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. സന്ധിവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ്. വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദനയും നീരും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വഴിയാണ് ത്രിഫല. ഇത് പോഷകങ്ങൾ എല്ലിന് ബലം നൽകുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡിനെ ഫ്ലഷ് ചെയ്ത് കളയാൻ സഹായിക്കുന്നുണ്ട്. സന്ധിവേദനയ്ക്ക് 1/2 ടീസ്പൂൺ ത്രിഫല ചൂർണം 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രമേഹമാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. ഇൻസുലിൻ കുത്തിവയ്പ്പ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു വഴി കൂടിയാണ് ഈ ത്രിഫല എന്നുള്ളത്. ഇനി BP കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് രക്തപ്രവാഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നു. ഇതിൽ ലിനോലിക് ആസിഡും ഫാറ്റി ആസിഡുകളും ഒക്കെ തന്നെ ഇതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ റേഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്, കീമോ പ്രൊട്ടക്റ്റീവ് ആണ്, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ത്രിഫല ചൂർണം. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടുത്തു നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് അമിതമായിട്ട് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ബ്ലോട്ടിങ് പോലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനും അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളവരാണ്. അപ്പം മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ട് രാത്രി ഇത് ഒരു സ്പൂൺ കുടിച്ച് കിടക്കുന്നത്, വെള്ളത്തിൽ കലക്കി കുടിച്ച് കിടക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ഇനി അതുപോലെ തന്നെ മുഖക്കുരു വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ത്രിഫല ചൂർണം 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ച് അരിച്ചെടുത്ത് ആ വെള്ളം വെച്ച് പിറ്റേ ദിവസം അതുകൊണ്ട് മുഖം കഴുകുന്നത് മുഖക്കുരു കുറയ്ക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ഈ വെള്ളം ഒഴിച്ച് കഴുകുന്നത് ഡാൻഡ്രഫ് കുറയ്ക്കുമെന്ന് മാത്രമല്ല മുടിയുടെ ആ ഒരു സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ മിനുസമുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ചെറിയ ചെറിയ ബേബി ഹെയർസ് വന്ന് നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഉടനടി സ്റ്റോപ്പ് ചെയ്യാനും മുടി നന്നായിട്ട് വളർത്താനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുകയും ഇത് പുറമെ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഒഴിക്കുകയും ചെയ്താൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ്. ഇനി ഈ ത്രിഫല ചൂർണം തന്നെ ഒരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അല്പം മോരിൽ ചാലിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതുമാണ്. ഇതും തന്നെ മുഖത്തെ ടോക്സിൻസുകളെയും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നല്ല യങ് ആയിട്ട് ഇരുത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. ആയുർവേദ വിധിപ്രകാരം ത്രിഫല സേവിക്കുന്നതോടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മലത്തിലൂടെയോ ത്വക്കിലൂടെയോ പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. ത്രിഫല ചൂർണം കഴിച്ചു തുടങ്ങിയ ശേഷം ചിലർക്കെങ്കിലും ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ടേക്കാം. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നതിൻ്റെ ഒരു സൂചനയായിട്ടും ഇങ്ങനെ കാണാറുണ്ട്. ഇനി അകാല നരയുണ്ടെങ്കിലോ നിങ്ങൾ മുട്ടവെള്ളയും ത്രിഫലപ്പൊടിയും ചേർത്ത് തലയിൽ തേക്കുന്നത് അകാല നര തടയാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ത്രിഫലയും കറ്റാർവാഴയും ചേർത്ത് ഹെയർ മാസ്ക് ആയി മുടിയിൽ പുരട്ടുന്നതും നല്ലതാണ്. ഇനി വെളിച്ചെണ്ണയിൽ ത്രിഫല ചേർത്തിളക്കി മുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് കഴുകി കളയാം. ഇത് മുടി കൊഴിച്ച് കുറയ്ക്കാനും മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒരു മാർഗമാണ്. മറ്റൊരു വഴി കുതിർത്ത ഉലുവ അരച്ചെടുത്ത് അതിലേക്ക് ത്രിഫല, തൈര് എന്നിവ ചേർത്തിളക്കി മുടിയിൽ പുരട്ടുന്നതും ഏറെ നല്ലതാണ്. കരുവാളിപ്പ് ഉണ്ടെങ്കിൽ വെയിലേറ്റ് ചർമ്മം കരുവാളിക്കുമല്ലോ. ഇത് പല ആളുകളുടെയും പതിവ് പ്രശ്നമാണ്. അല്പം മോരിൽ ത്രിഫല ചേർത്ത മിശ്രിതം ഈ കരുവാളിപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടി കഴുകി കളഞ്ഞാൽ ഏറെ നല്ലതാണ്. ഇനി വായിലെ പ്രശ്നങ്ങളാണല്ലോ, വായ്ക്കൊള്ളാൻ പാകത്തിന് ചൂടുള്ള വെള്ളത്തിൽ ത്രിഫല ചേർത്തിളക്കി കവിൾ കൊള്ളുന്നത് വായ്പുണ്ണ് പോലുള്ള പ്രശ്നത്തിന് പരിഹാരമാണ്. ഇത് ദിവസവും 2 നേരം ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ത്രിഫല കഷായത്തിൽ തേൻ ചേർത്തിട്ട് കവിൾ കൊള്ളുന്നതും നല്ലതാണ്. ഇത് ത്രിഫലയുടെ ഉയർന്ന അളവിലുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻസുകളായിട്ടുള്ള ഗാലിക് ആസിഡ്, പോളിഫിനോൾ എന്നിവ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഗുണങ്ങൾ കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഇത്രയേറെ ഗുണം ചെയ്യുന്നതാണ്. ദന്തരോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കഴിവ് ത്രിഫലയ്ക്കുണ്ട്. ത്രിഫലയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ മോണരോഗങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നുണ്ട്. ഇനി ത്രിഫല പതിവായി കഴിക്കുന്നത് ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിന് ദോഷകരമായ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ത്രിഫല കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നെന്ന് പല പഠനങ്ങളിലും
കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ത്രിഫല അടങ്ങിയ ഭക്ഷണക്രമം ശരീരഭാരം, ശരീരത്തിലെ കൊഴുപ്പ് എന്നിവ ഗണ്യമായിട്ടുള്ള കുറവ് കൊണ്ടുവരാനും സഹായിക്കാറുണ്ട്. ഇനി ദന്തസംബന്ധമായ പ്രശ്നങ്ങളെ ചെറുക്കാൻ ത്രിഫല ചൂർണ്ണം ഞാൻ പറഞ്ഞ പോലെ ഒരു മൗത്ത് വാഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കാവിറ്റിയിലും അതുപോലെ മോണയിലെ രക്തസ്രാവമൊക്കെ തടയാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ത്രിഫല ചൂർണ്ണം ചെറിയ അളവിൽ വെള്ളത്തിൽ കലർത്തി കട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൗത്ത് വാഷ് രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ത്രിഫല ചൂർണ്ണത്തിൻ്റെ ഗുണങ്ങളിൽ ഏറെ കേമനാണ് നേത്ര സംരക്ഷണം എന്നുള്ള കാര്യം. ഇതിൽ നേത്ര ആരോഗ്യത്തിന് ഗുണകരമായ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് തിമിരം, ഗ്ലോക്കോമ, കോർണിയൽ ഡിസ്ട്രോഫികൾ, കൺജങ്ക്റ്റിവൈറ്റിസ്, വീക്കം തുടങ്ങിയ ഒത്തിരിയേറെ നേത്ര പ്രശ്നങ്ങൾ ഭേദമാക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നെ അൾട്രാവയലറ്റ് രശ്മികൾ മൂലം ഉണ്ടാകുന്ന നേത്ര തകരാറ് ഇല്ലായ്മ ചെയ്യാനൊക്കെ ത്രിഫലയ്ക്ക് കഴിയും. ചൂടുവെള്ളത്തിൽ ത്രിഫല ചൂർണ്ണം ചേർത്ത് അരിച്ചെടുത്ത് തണുത്ത് കഴിഞ്ഞിട്ട് കഴുകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിലെ കോർട്ടിക്കോസ്റ്റീറോണിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന ഇതൊരു തരം നമുക്ക് സ്ട്രെസ് നൽകുന്ന ഒരു ഹോർമോണാണ്. ഇത് കുറയ്ക്കുന്നത് വഴി മറ്റുള്ള പല പെരുമാറ്റ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അതുപോലെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ഇരുത്താനും ഒക്കെ തന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫിസിക്കലി മെൻ്റലി നമുക്ക് അത്രയേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് ത്രിഫല. ഞാൻ പറഞ്ഞു ഇതൊരു രസായന ഔഷധമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം വെറുതെ നെല്ലിക്ക കഴിക്കുന്നത് നമ്മൾ പലരും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് മറ്റുള്ള 2 ഔഷധങ്ങളുടെ കൂടെയും കൂടെ ചേർന്ന സമയത്ത് ഇതിൻ്റെ പവർ ഒന്നുകൂടെ കൂടും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്റ്റും തന്നെ ഇല്ലാത്തതാണ്. പിന്നെ പാലൂട്ടുന്ന അമ്മമാരും ഗർഭിണികളൊക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. അധികമായിട്ട് എടുക്കാണ്ടേയും കൂടെ ശ്രദ്ധിക്കുക. പറഞ്ഞിട്ടുള്ള അതേ അളവിൽ തന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. കാരണം ഇത്തരം ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നുമില്ലാത്തവരായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.